തിരിച്ച് പൊന്നാനിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ശ്രീ ജലീൽ, ഇപ്പോൾ ഇടിക്ക് അവിടെ വലിയ താല്പര്യമില്ല എന്ന് കേൾക്കുന്നു. PK ഫിറോസിനാണെങ്കിലും KM ഷാജിക്കാണെങ്കിലും ലോക്സഭയിലേക്ക് താല്പര്യമില്ല എന്നും കേൾക്കുകയാണ്. അവിടെ ഇപ്പോൾ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 6000 വോട്ടിന് വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഇത്തവണ അവിടെ LDFിന്റെ ഒരു തന്ത്രം എന്താണ്? താങ്കളായിരിക്കുമല്ലോ തന്ത്രം മെനയുക. പൊന്നാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 ടേം MP ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മാറി മലപ്പുറത്തേക്ക് പോകണം എന്ന് താല്പര്യപ്പെടുന്നത്. പൊന്നാനി ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. മഞ്ചേരിയിൽ മുസ്ലിം ലീഗിന് ഭീഷണി ഉയർന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ പൊന്നാനിയിലേക്കാണ് ചേക്കേറിയത്. ആ പൊന്നാനിയിൽ നിന്നാണ് മണ്ഡല പുനർവിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും തൃത്താല മാത്രമാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കപ്പെട്ടത്. ഇപ്പോൾ 3 തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ഒരാൾ മലപ്പുറത്തേക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നത് പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ല മുന്നേറ്റത്തിൻ്റെ സൂചനയാണ്. നോക്കൂ, ഇവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെയൊക്കെ പേര് ഇടയ്ക്ക് പറഞ്ഞ് കേട്ടിരുന്നു അല്ലേ? അതെ 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 ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആ കാര്യങ്ങളൊക്കെ നിഷേധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നോക്കുന്നുണ്ടോ? LDFിൻ്റെ പൊന്നാനി എപ്പോഴും പരീക്ഷണങ്ങളുടെ ഒരു മണ്ഡലമായിട്ടാണല്ലോ LDF കണ്ടിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. ഞാനല്ലല്ലോ അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്.